ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ റെസിപ്പി എപ്പിസോഡ് 3 ഞാൻ കുഴയ്ക്കാതെ തന്നെ നമുക്ക് പാനിൽ തന്നെ ബേക്കൊന്നും ചെയ്യാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബനാന ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദമാവും 1/4 കപ്പ് റവയും കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ചേർത്താൽ നല്ലതാണ്. പിന്നെ സ്വല്പം എണ്ണയും പിന്നെ ഈസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി ഒന്ന് ആദ്യം മിക്സ് ചെയ്യാം. എന്നിട്ടിതിലേക്ക് നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവം, അതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ളതാ ഈ പരുവത്തിനുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കുക, അടച്ചു വെക്കുക. പിന്നെ നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാനിൽ ബട്ടറോ നെയ്യോ ഇട്ടിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ഏത്തയ്ക്ക, അതായത് നേന്ത്രപ്പഴം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിതൊന്ന് വഴണ്ടി വരുമ്പം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും തേങ്ങ 4 ടേബിൾ സ്പൂണും പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുക. ഞാനിവിടെ മധുരത്തിന് ശർക്കര ആണ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് ഒരു മുക്കാൽ മണിക്കൂറിൽ ഇങ്ങനെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു പാനിൽ ബട്ടർ ഇതുപോലെ എടുത്തിട്ട് ഒരു ഹാഫ് പോർഷൻ, ആ മാവിൻ്റെ ഹാഫ് പോർഷൻ ഇതുപോലെ പരത്തിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. അപ്പം ബട്ടറോ നെയ്യോ ആണ് പാനിൽ ഫുള്ള് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ടിത് ഫുള്ള് പരത്തി ഇതുപോലെ സെറ്റാക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ വേറൊരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ തേച്ചിട്ട് അതിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതിൻ്റെ അടിഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ മേൽഭാഗം കൂടെ വേവിക്കാനാണിത്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതിയാവും. അടച്ച് ഒരു 5 to 7 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പക്കയായിട്ട് നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ബനാന ബണ്ണ് കിട്ടു ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. ചൂടാറിയ ശേഷം കട്ട് ചെയ്യണേ, അതാണ് എപ്പോഴും നല്ലത്. ഇല്ല ക്ഷമയില്ലെങ്കിൽ ചൂടോടെയും കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സോഫ്റ്റ് യമ്മി ബനാന ബണ്ണ്. അപ്പം നിങ്ങൾക്ക് കുഴയ്ക്കേണ്ട ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കിടു ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എപ്പോഴും പോലെ ഞാൻ ഫീഡ്ബാക്ക് അറിയിക്കുക. പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അയക്കാൻ ഞാൻ നമ്മുടെ FB പേജിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.